57 നിയമം വിദ്യാഭ്യാസ നിയമം വിപ്ലവകരമല്ല എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായ നിയമമായിരുന്നു കാർഷിക ബന്ധ നിയമം. ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് ഈ കാർഷിക ബന്ധ നിയമമാണ്. എങ്ങനെ? ഞാൻ സൂചിപ്പിച്ചല്ലോ, 36 ലക്ഷം പാട്ടക്കുടിയാന്മാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി. അതിൻ്റെ ഫലമെന്താ? 36 ലക്ഷം കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അവനെ കുടി ഒഴിപ്പിക്കില്ല, അന്യായ പാട്ടം പിരിക്കാനും പറ്റില്ല. അപ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോൾ അവൻ ചെയ്തത് എന്താണ്? അവൻ പഴയ കുടികിടപ്പുകാരൻ്റെ അവസ്ഥയിൽ നിന്നും കർഷകൻ്റെ അവസ്ഥയിലേക്ക് ഉയർന്നപ്പോൾ അവൻ മധ്യവർഗമായി മാറി. അതാണ് സാമൂഹ്യമായി സംഭവിച്ച ഒരു മാറ്റം. പക്ഷേ അതിനേക്കാൾ വിപ്ലവകരമെന്ന് പറയുന്നത് ഈ മിച്ചം കിട്ടിയ പണം അവർ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് വിനിയോഗിച്ചത്. വിദ്യാഭ്യാസത്തിന് വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 1951 തിരുക്കൊച്ചി സംസ്ഥാനത്ത് ഫീസ് ഏകീകരണം വന്നു. 7ാം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കി. 8, 9, 10 ക്ലാസ്സുകളിൽ പ്രതിമാസം 6 രൂപ ഫീസ് കൊടുക്കണം. 1969 EMSൻ്റെ 2ാം സർക്കാരിൻ്റെ കാലത്താണ് 10ാം ക്ലാസ് വരെയുള്ള ഫീസ് ഒഴിവാക്കിയത്. 57 8ാം ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ 8, 9, 10 ക്ലാസ്സിൽ പ്രതിമാസം 6 രൂപ ഫീസ് കൊടുക്കണം. ഒരു മാസം 6 രൂപ എങ്ങനെ ഉണ്ടാകും? ഒന്നുകിൽ 2 പറ നെല്ല് വിൽക്കണം, ഒരു പറ നെല്ലിന് 3 രൂപ. ഇല്ലെങ്കിലോ ഒരു നാളികേരത്തിന് 2 12 പൈസ. അപ്പോൾ എത്ര നാളികേരം വിറ്റാലാണ് ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ഫീസ് കൊടുക്കാൻ പറ്റുക? അങ്ങനെ 10 മാസം 60 രൂപ ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാൻ കുട്ടികൾക്ക് കഴിയില്ല, രക്ഷിതാക്കൾ കഴിയാത്തതുകൊണ്ട് 7ാം ക്ലാസ്സിലെ പഠനം നിർത്തി പിള്ളേരെല്ലാം അവരവരുടെ വഴിക്ക് പോകും. ആൺപിള്ളേരാണെങ്കിൽ അച്ഛനമ്മമാരെ സഹായിക്കാനും ജോലിക്ക് കയറ്റി പോകും, പെൺപിള്ളേർ വീട്ടിലടങ്ങി കൂടും. പക്ഷേ 57 കാർഷിക ബന്ധ നിയമവും കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും വന്നപ്പോൾ, അന്യായപ്പാട്ടം അവസാനിച്ചപ്പോൾ കർഷകരുടെ കൈവശൽ അല്പ സാമ്പത്തികമുണ്ടായി. പള്ളിക്കൂടത്തിൽ ചേർന്ന് പഠിക്കാൻ കഴിയുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് പോയ മുതുക്കന്മാരെല്ലാം യുവാക്കളെല്ലാം ഇപ്പോൾ 8ാം ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ വ്യത്യാസം. 12, 13 വയസ്സിൽ 8ാം ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ഇപ്പോൾ 19, 20 വയസ്സായപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നു. അതിൻ്റെ ഫലമെന്താ? 59, 60, 61 വർഷങ്ങളിലെ SLC പാസ്സാകുന്നവരുടെ എണ്ണം കണക്കിലെടുത്താൽ മനസ്സിലാകും. 59-ൽ 24,000 പേരാണ് കേരളത്തിലൊട്ടാകെ വിജയിച്ചത്. അത് 40% വിജയം. 60 ആവുമ്പോഴേക്കും അത് 29,000 61 ആയപ്പോഴേക്കും അത് 35,000 62 ആകുമ്പോൾ അത് 48,000 59ൻ്റെ നേരെ ഇരട്ടി 48,000. എന്നുവെച്ചാൽ SLC പാസ്സാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പാസ്സാകുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമ്മർദ്ദമേറിയപ്പോൾ സംഭവിച്ച എന്താ? അവിടെയും ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. കാരണം അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് 13 രൂപ, 64-ൽ പ്രീ ഡിഗ്രി വന്നപ്പോൾ അതിൻ്റെയും ഫീസ് 13 രൂപ. അപ്പോൾ 13 രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ കോളേജുകൾ കൂടുതലുണ്ടാവണം. കോളേജുകൾ കൂടുതലുണ്ടായി. 64-65 അധ്യയന വർഷത്തിൽ 43 ജൂനിയർ കോളേജുകൾ കേരളത്തിൽ ഒറ്റയടിക്കുണ്ടായി. അതിൽ 1 മാത്രമേ സർക്കാർ കോളേജുള്ളൂ. ബാക്കിയെല്ലാം വിവിധ വിവിധ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക്, NSSന്, SNDPക്കൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ കിട്ടിയതിൻ്റെ ഫലമെന്താ? 1960-കൾ വരെ കോളേജുകൾ നഗര കേന്ദ്രങ്ങളിലോ ജില്ലാ ആസ്ഥാനങ്ങളിലോ മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 64-65 കാലത്ത് കോളേജുകളെല്ലാം വന്നത് പഞ്ചായത്ത് സ്ഥലങ്ങളിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ധനുവച്ചപുരം NSS കോളേജ്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, പെരിങ്ങമല ഇക്ബാൽ കോളേജ്, വർക്കല SN കോളേജ്, ചെമ്പഴന്തി SN കോളേജ്, തീരപ്രദേശത്ത് 2 കോളേജ്, ഓൾ സയൻസും സെൻറ്റ് സേവിയേഴ്സും. കടപ്പുറത്തെ മക്കൾക്ക് പോലും പോയി നിന്ന് പഠിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടായി. മട്ടന്നൂർ കണ്ണൂർ ജില്ലയിൽ, മഞ്ചേരി ഇപ്പോൾ മലപ്പുറത്താണത്, പഴയ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലയിൽ, തളിപ്പറമ്പിൽ, കാഞ്ഞങ്ങാട്, നെന്മാറ, അങ്ങനെ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ, ഇവിടെ കട്ടപ്പന തുടങ്ങിയ കോളേജ് സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ മലയോര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്ത് തലത്തിലും ഈ കോളേജുകളാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതിയെ മാറ്റിമറിച്ചത്. ക്യാമ്പസ് എന്നൊരു സാധനം തുടങ്ങുന്നത് അവിടെയാണ്. 60-കളിലാണ് കേരളത്തിൽ ക്യാമ്പസ് ഉണ്ടാകുന്നത്. 60-കളിലാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വരുന്നത്. 60-കളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് കേരളത്തെ രൂപപ്പെടുത്തിയത്. കേരള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്യാമ്പസിൻ്റെയോ സന്തതികളാണ് കേരള നിയമസഭയിലെ 141 അംഗങ്ങളിൽ 1, 2 പേരൊഴികെ ബാക്കി മുഴുവൻ പേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നവരാണ്. അത് മുഖ്യമന്ത്രിയായിരുന്നാലും
പ്രതിപക്ഷ നേതാവായിരുന്നാലും മറ്റ് മന്ത്രിമാരായിരുന്ന MLA-മാരായിരുന്നാലും മഹാഭൂരിപക്ഷം 3-4 പേരെ വിരലെടുത്ത് പറയാമെന്നൊഴിച്ചാൽ ബാക്കി മുഴുവൻ പേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധയിലാണ്. കേരളത്തെ നയിക്കുന്നത് പഴയ വിദ്യാർത്ഥികളാണ്. അതാണ് കേരള ക്യാമ്പസ്. അതിൻ്റെ ഫലമെന്താ? അതിൻ്റെ വ്യത്യാസം എന്താ? പഞ്ചായത്ത് തലത്തിൽ ഉന്നത വിദ്യാഭ്യാസം ഇറങ്ങി വന്നപ്പോൾ കേരളത്തിൻ്റെ പൊതു ഇടം, പബ്ലിക് സ്ഫിയർ മാറി. കാരണം പഞ്ചായത്ത് കലിങ്കിലിരുന്ന് വർത്തമാനം പറയുന്നത് ഫിഡൽ കാസ്ട്രോയും ചെഗുവേരയുമായിരുന്നു. കോളേജ് ക്യാമ്പസിലും ലൈബ്രറിയിലും അവർ പഠിച്ച കാര്യം, നാട്ടിൻപുറത്തെ ഗ്രാമീണ ഗ്രന്ഥശാലയിൽ പുസ്തകമെടുത്ത് പഠിച്ച കാര്യം, 67 പാരീസ് വസന്തത്തെക്കുറിച്ചും വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചും ബൊളീവിയൻ കാടുകളിൽ ചെഗുവേര യുദ്ധം ചെയ്യാൻ പോയതിനെക്കുറിച്ചും 59 ക്യൂബയിലെ വിപ്ലവത്തെക്കുറിച്ചും ഒക്കെ നാട്ടിൻപുറങ്ങളിൽ പോലും വിവരമുണ്ടാകുന്നു, ചർച്ച വരുന്നു. പൊതു ഇടം വികസിച്ചത് അങ്ങനെയാണ്. ആ പൊതു ഇടം വികസിച്ചതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൻ്റെ പൊതു സവിശേഷത അല്ലെങ്കിൽ പൊതുവായ ബോധത്തിൻ്റെ അടിസ്ഥാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 57 കാർഷിക ബന്ധ നിയമത്തിൻ്റെ ഫലമായി ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായപ്പോൾ അതിൽ നിർണായകമായ മാറ്റം വന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നത്, നേരത്തെ ഫീസ് പഠിക്കാൻ പറ്റില്ല. അതിന് ന്യായം അച്ഛനന്മാർ, സങ്കടത്തോടു കൂടിയുള്ള അച്ഛനന്മാർ ന്യായം പറയും. വല്ലവൻ്റെ അടുക്കളയിൽ പോയി ചട്ടിയും കലവും കഴുകാനുള്ളതല്ലേ, മോള് പഠിക്കണ്ട എന്ന് പറയും. അല്ലെങ്കിൽ വേറെ ശുംഭത്തനം പറയും. എന്താണ്, എൻ്റെ മോള് പഠിച്ച് പാസ്സായി ഉദ്യോഗം ഭരിച്ച് എനിക്ക് ജീവിക്കേണ്ട, ഞാൻ മറ്റേ വലിയ കുടുംബത്തിൽ പറഞ്ഞവനാ എന്ന് പറയുന്നവരുണ്ടാവും. ഇപ്പോൾ അതല്ല, വീട്ടിൽ നിന്ന് നടന്നു പോയി പഠിക്കാം, ബസ് കിട്ടും. ഗ്രാമീണ മേഖലയിൽ ട്രാൻസ്പോർട്ട് ഗതാഗത സൗകര്യം ഉണ്ടാകുന്നത് 60കളിലാണെന്നുള്ള കാര്യം ഓർക്കണം. 64ലാണ് KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നിലവിൽ വരുന്നതെന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ നാട്ടിൻപുറത്ത് പഠിക്കാൻ പറ്റുന്നു, പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ പറ്റുന്നു, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്ന ബാധ്യത ഒഴിവാകുന്നു. അങ്ങനെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടി. SLC പാസ്സാകുന്നവരുടെ എണ്ണത്തിലും കോളേജ് വിദ്യാഭ്യാസം കിട്ടുന്നവരെ മാറ്റം വന്നു. ഈ മാറ്റമാണ് കേരള വികസന മാതൃകയ്ക്കടിത്തറ. കേരള വികസന അനുഭവമെന്ന് അമർത്യാസൻ പറയുന്ന കേരളത്തിൻ്റെ വികസന ഭൂമികയിൽ മാറ്റം വരുത്തിയത് സ്ത്രീകളാണ്, അവരുടെ സംഭാവനയാണ്. എങ്ങനെ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ അവരുടെ ശുചിത്വബോധം സങ്കല്പിച്ചു, കുടുംബ സങ്കല്പങ്ങൾ മാറി, വീട്ടിനകത്തും പുറത്തും മാറ്റം വന്നു. അതിൻ്റെ ഫലമെന്താ? ജനന നിരക്ക് കുറഞ്ഞു, ശിശുമരണ നിരക്ക് കുറഞ്ഞു, പ്രസവാനന്തര രക്തസ്രാവവും അതുവഴി വരാവുന്ന അനീമിക് എന്നൊക്കെ നമ്മൾ പറയുന്ന രോഗങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് അയക്കണം, പെണ്ണായാലും ആണായാലും പള്ളിക്കൂടത്തിൽ അയക്കണമെന്നുള്ള ബോധമുണ്ടായി സ്ത്രീകൾക്ക്. വാസ്തവത്തിൽ മനുഷ്യ ശിശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നിരാലംബനാണ് വർഷങ്ങളോളം, നിസ്സഹായ അവസ്ഥയാണ്. ആ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവനെ വളർത്തുന്നവരാണ് അമ്മമാരാണ്, പെറ്റമ്മ അല്ലെങ്കിൽ പോറ്റമ്മ. അപ്പോൾ അമ്മമാരുടെ സ്വാധീനം മക്കളിൽ വളരെ നിർണായകമാണ്. അമ്മമാരുടെ ശുചിത്വബോധമാണ് മക്കളുടെ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ കാര്യം. അതാണ് അങ്ങനെ വന്ന മാറ്റമാണ് കേരളത്തിൻ്റെ വികസന അനുഭവം. അതാണ് പിന്നീട് നമ്മളിപ്പോൾ പറയുന്ന 50% സംവരണം എന്തുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് കൊടുക്കേണ്ടി വന്നു. അത് രാഷ്ട്രീയ പാർട്ടികളുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഭംഗ്യന്തരേണ സമ്മതിച്ചാൽ പോലും അടിത്തറ എന്ന് പറയുന്നത് ബോധമുള്ള പ്രബുദ്ധതയുള്ള ഒരു വനിതകളുടെ സമൂഹം കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. നാട്ടിൻപുറത്ത് പണ്ടൊരു സേവികയുണ്ടായിരുന്നു, ജനസേവിക, വയറ്റാട്ടി എന്നാണ് പേര്. പ്രസവം വീട്ടിലാണ് നടക്കുന്നത്. ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും പ്രസവം വീട്ടിൽ നടക്കുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞാൽ ആദ്യം തീരുമാനിക്കുന്ന 2 കാര്യങ്ങളാണ്. 1, പ്രസവം എവിടെയായിരിക്കണം, 2, കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം എവിടെയായിരിക്കണം. ആ തലത്തിലേക്ക് നമ്മുടെ കുടുംബ സമൂഹം മാറി, നമ്മുടെ യുവതികൾ മാറിയെന്ന് വെച്ചാൽ അർത്ഥം അത് 57 കാർഷിക ബന്ധ നിയമത്തിൻ്റെയും പിന്നാലെ വന്ന വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെയും ഫലമാണെന്ന് ഞാൻ പറയും. അപ്പോൾ 50% സംവരണം തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്കായിട്ട് കൊടുക്കേണ്ടി വന്നത് ഈ വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെ ഫലമാണ്. ഇന്ന് കുടുംബശ്രീ എന്ന് പറഞ്ഞ് കേരളത്തിന് അഭിമാനാർഹമായ നേട്ടമുണ്ടാക്കുന്നത് വനിതകൾ മാത്രമേ ഉള്ളൂ. അവിടെ എന്തുകൊണ്ട് വേണ്ടി വന്നു? വനിതകളുടെ കരങ്ങൾക്ക് ശക്തിയുണ്ട്, അവർക്ക് രാജ്യം ഭരിക്കാൻ കഴിയുമെന്നുള്ള, ഏത് സംവിധാനത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പകരാൻ ഇടയായത് 57 കാർഷിക ബന്ധ നിയമമാണ്. അപ്പോൾ കാർഷിക ബന്ധ നിയമത്തിന് ഒരുപക്ഷെ രാഷ്ട്രീയക്കാർ പോലും, അതിൻ്റെ നിർമ്മാതാക്കളായ, അതിൻ്റെ പ്രണേതാക്കളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ ആൾക്കാർക്ക് പോലും ഇല്ലാത്ത ധാരണയാണ് നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. 57 കാർഷിക ബന്ധ നിയമമാണ് കേരളത്തെ മാറ്റിമറിച്ചത്. വിദ്യാഭ്യാസ വ്യാപനം, ആരോഗ്യരംഗത്തെ മാറ്റം, പൊതുവിതരണ രംഗത്തെ മാറ്റം, പൊതു ജലവിതരണത്തിൻ്റെ മാറ്റം, പൊതുഗതാഗതത്തിൻ്റെ മാറ്റം, പൊതു ഊർജ്ജവരണം, എന്തും പൊതു രാഷ്ട്രം സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിൽ വേണമെന്നുള്ള തോന്നലിന് അടിസ്ഥാനം 57 നിയമമാണ്. വാസ്തവത്തിൽ ഇന്നത്തെ കേരളം
57 മന്ത്രിസഭയോടും നിയമത്തോടും കടപ്പെട്ടിരിക്കുന്നു.